മമതാ ബാനർജി പറയുന്നത് ന്യായം എന്നാണ്. മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഭ്രാന്ത് പിടിക്കുക വെച്ചാൽ വലിയ കഷ്ടമാണ്. ഇനി മമതാ ബാനർജി രാജിവെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതൊരു വലിയ ചോദ്യമാണ്. ഈ തോറ്റ പാർട്ടി ജയിച്ച പാർട്ടിക്ക് മാറിക്കൊടുക്കാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ടു. ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇവർ തോറ്റ പാർട്ടി മാറിക്കൊടുക്കുന്നില്ല. ജയിച്ച പാർട്ടി അവർ തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തും. പാകിസ്ഥാനിൽ പണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അൾജീരിയയിൽ ഒരു തവണ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പാകിസ്ഥാനിൽ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. 1970-ലാണ് 70-ൽ തെരഞ്ഞെടുപ്പ് നടന്നത്. കിഴക്കൻ ബംഗാളിൽ ഭൂരിപക്ഷം സീറ്റുകളല്ല, ഏതാണ്ട് 99% സീറ്റുകളും മുജീബ് റഹ്മാൻ്റെ അവാമി ലീഗിനാണ് കിട്ടിയത്. പക്ഷേ ഭരണം വിട്ടുകൊടുക്കാനായിട്ട് പടിഞ്ഞാറൻ പാകിസ്ഥാനിലുള്ള മുതലാളിമാർ സമ്മതിച്ചില്ല. ജനറൽ യഹിയ ഖാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രധാന ബുദ്ധി ഉപദേശകനായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയും കൂട്ടാക്കിയില്ല. അതിനെ തുടർന്നാണ് അവിടെ വലിയ വിമോചന യുദ്ധമൊക്കെ ഉണ്ടായത്. അങ്ങനെയാണ് അത് സ്വതന്ത്ര രാജ്യമായിട്ട് മാറിയത് ബംഗ്ലാദേശ്. പക്ഷേ അതുപോലത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ മമതാ ബാനർജി പോകുന്നത്. അവർ ഏതായാലും രാജിവെക്കാൻ തയ്യാറില്ല, അധികാരം വിട്ടൊഴിയാൻ തയ്യാറില്ല. അവർ ഇങ്ങനെ ഉത്തരവുകൾ പാസ്സായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവരെ ഭ്രാന്താസ്പത്രിയിലേക്ക് കൊണ്ടുവരാനും വ്യവസ്ഥയില്ല. പക്ഷേ ഗവർണർക്ക് ഇവരെ രാജി കിട്ടാനായിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ മെയ് 7-ാം തീയതി നിയമസഭയുടെ കാലാവധി പൂർത്തിയായി. പുതിയ മുഖ്യമന്ത്രിയെ വിളിച്ച് സത്യപ്രതിജ്ഞ ചെയ്യിച്ച് ഉത്തരവാദിത്തം അവരെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി.